ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നെനിക്ക് കുറേ തിരക്കുള്ളൊരു ദിവസമാണ്. പിന്നെ ഒരു മിനിറ്റ് അതായത് എൻ്റെ കൂട്ടുകാരൻ, ഞങ്ങൾ 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച ആ നിരൂപിൻ്റെ പെരത്താമസമാണ് കേട്ടോ. അപ്പോൾ അനന്തപുരത്താണ്, എൻ്റെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകണം. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ കൂട്ടുകാരൊക്കെ 10ാം ക്ലാസ് വരെ പഠിച്ചവരൊക്കെ വരാമെന്നുണ്ട്. അപ്പോൾ പോണതിന് മുന്നേ എനിക്ക് വീട്ടിൽ കുമ്മച്ചനും ഐസലും കുഞ്ഞിനും വീട്ടിലുണ്ടല്ലോ. പപ്പ ഇവിടെ ഇല്ല. പപ്പ നമ്മുടെ ഷിജുവേട്ടൻ്റെ ഒരു വർക്കിന് അസർബൈജാൻ വരെ പോയിക്കാണ് ഒരു മാസത്തേക്ക്. അപ്പോൾ ഷിജുവേട്ടൻ കൊണ്ടുപോയതാണ് കേട്ടോ, നമ്മുടെ ദോസ്താണ്. അപ്പോൾ ആൾ കൊണ്ടുപോയതാണ്. ആളവിടെ ഭയങ്കര വലിയ ബോസൊക്കെയാണ്. അതായത് ബോസൊക്കെ എന്താണ്, ബിസിനസ് മാഗ്നറ്റാണ്. ആൾ ചില്ലറക്കാരൊന്നുമല്ല കേട്ടോ. അപ്പോൾ ആൾ പ്രിൻസിനെ ഒരു മാസത്തേക്ക് അടുത്തൊരു വർക്കിന് കൊണ്ടുപോയിക്കണം. അപ്പോൾ കുറച്ച് ആൾക്കാരായിട്ട് പോയിട്ടുണ്ട്. ചെറിയൊരു കൊണ്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടാണ് പോകാൻ ഞാൻ കാണിച്ചു തരവേ. അപ്പോൾ നമ്മുടെ പൂരി ഇത് പൊന്ത് വന്നിട്ടുണ്ട്, പൂരി. അപ്പോൾ പിള്ളേർക്ക് ചോറ്, പിന്നെ ഇവിടുത്തെ ചിക്കൻ കറി ഇവിടെയൊക്കെ തിളയ്ക്കുന്നുണ്ട്. പിന്നെ അതിൽ കുക്കറിൽ ഇത്തിരി ചോറുണ്ട്. പക്ഷേ പിള്ളേർക്ക് ചോറിനെക്കാട്ടിയും കൂടുതൽ ഒരു തിന്നെ ഇങ്ങനത്തെ ആയതുകൊണ്ട് ഇതുണ്ടാക്കി വെച്ച് പോയാൽ പിന്നെ എനിക്ക് സമാധാനം ഉണ്ടാവും. ചപ്പാത്തി പ്രസ്സിൽ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് റെഡിയായി വരും. നമ്മൾ നിർത്തങ്ങനെ ഒറ്റ കൈ കൊണ്ടാണ് കേട്ടോ, ഒരു കയ്യിൽ ക്യാമറ വെച്ചേക്കാം. അപ്പം അങ്ങനെയാണ് പരിപാടികൾ. അപ്പോൾ ചിക്കൻ കറി ഒരു കഴിച്ചോളും. കുമ്മച്ചൻ ഇട്ടിട്ടില്ല. തിരക്കുണ്ട്. എനിക്കൊരു 10:30 ആകുമ്പോഴേക്കും പോകണം. പിന്നെ ഇന്നലെ എനിക്കൊരു 3 പിക്കിളിന് ഓർഡർ ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ഇട്ട് വെച്ച് വെളുത്തുള്ളി അച്ചാറിൻ്റെ ബാക്കി ഇട്ടാ അത്രയേ ഉള്ളൂ. 1/2 കിലോ വെളുത്തുള്ളി അച്ചാർ. അപ്പോൾ എനിക്ക് എൻ്റെ ഈ 10ാം ക്ലാസ്സിൽ തന്നെ രഞ്ജിത്ത് കെ മേനോൻ, അവൻ എനിക്ക് ഒരു കുറച്ച് അച്ചാറിന് കുറച്ച് വെറൈറ്റീസ് അച്ചാറിന് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ മുഴുവനും അതിൻ്റെ വർക്കായിരുന്നു ഞാൻ. അപ്പോൾ ഞാനതൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് അനന്തപുരത്തിൻ്റെ അടുത്താണ്, അപ്പോൾ അവിടെ കൊണ്ടു കൊടുക്കണം. ആ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷം രഞ്ജിത്തെ, എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചവർ. പിന്നെ അവനെ പറ്റി പറയുമ്പോഴേ ഞങ്ങൾക്ക് 10ാം ക്ലാസ് വരെ ഓർമ്മ. അവനൊന്നും ചെമ്പകപ്പൂച്ച വീട്ടിൽ വെച്ചിട്ടില്ല. ഞങ്ങൾക്ക് കൊണ്ടുതരും. പിന്നെ ഐസ് വാട്ടറും, അതൊക്കെയാണ് എനിക്ക് അവനെ പറ്റിയുള്ള ഓർമ്മ. പിന്നെ അന്ന് ചെറിയ പിള്ളേരൊക്കെയാണല്ലോ, അല്ലേ, ഒന്നുമില്ലല്ലോ. പിന്നെ ഇപ്പോഴാണ് ഭയങ്കര കൂട്ടാക്കിയത്. അവൻ അങ്ങനെ മിണ്ടാറൊന്നുമില്ല, ഭയങ്കര ഷെയ്യൊക്കെ ആയിരുന്നു. ഇപ്പോൾ എന്നല്ല വർത്താനൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടാ. ഇപ്പം അല്ലെങ്കിൽ അങ്ങനെ തന്നെ, നമ്മൾ പണ്ട് മിണ്ടുന്നവരൊന്നും ഇപ്പം മിണ്ടില്ല. ഇപ്പോൾ അന്ന് മിണ്ടാത്തവരൊക്കെ നല്ല കൂട്ടായിരിക്കും അങ്ങനെ. അപ്പോൾ ഷിജുവേട്ടനാണ് കൊണ്ടുപോയേക്കുന്നത് പ്രിൻസിനെ. മീൻസ് അവിടുത്തെ ഒരു വർക്ക് ഇവിടെ ഏൽപ്പിച്ചേക്കണം. അപ്പോൾ ഷിജുവേട്ടൻ്റെ വൈഫ് പ്രിയജിയും എന്നെ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ വിളിച്ച് അന്വേഷിക്കാറുണ്ട്. ഞങ്ങൾ ഭയങ്കര കൂട്ടുണ്ട്, 4-5 കൂട്ടുകാരുണ്ട്. ഷിജുവേട്ടൻ, ഷിജമ്മൻ ചേട്ടൻ, അനിലേട്ടൻ, പിന്നെ ഷെഫീക്കേട്ടൻ എന്ന് പറഞ്ഞിട്ട് 4 പേര് ഇവർ ഭയങ്കര കൂട്ടാണ്. അപ്പം ഞങ്ങൾ കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ഷിജുവേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഗൾഫിൽ പോയൊക്കെ, ആൾക്ക് ദുബായിൽ കമ്പനി ഉണ്ട്. അപ്പോൾ ആൾ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു ഗെറ്റ് ടുഗദർ പോലെ ഫാമിലി കൂടാറുണ്ട്, ഞങ്ങളെ ഫ്രണ്ട്സ് ഏതെങ്കിലും ഒരു വീട്ടിലിട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ എനിക്ക് പോകണം. പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പോണ വഴി കാണിച്ചു തരാം കേട്ടോ. പിന്നെ വീട്ടിൽ എൻ്റെ അമ്മച്ചിനൊക്കെ കാണണം. പിന്നെ ഈ ഫംഗ്ഷന് കയറണം. രഞ്ജിത്തിൻ്റെ വീട്ടിൽ കൂടെ കുറേ പരിപാടികളുണ്ട്. ഓക്കെ, വാവ്. അപ്പോൾ ഇതെന്നിട്ട് കുമ്മച്ച നന്ദി. പോണേലും മുന്നേ ചെറിയൊരു ഫേസ് പാക്കൊക്കെ ഇട്ട് വെച്ചേക്കുന്നത് കേട്ടോ. കോക്കാച്ചി മമ്മി പേടിയുണ്ട് നിനക്ക് എന്നെ കാണുമ്പോൾ? എനിക്കടാ ചെറിയൊരു ഫേസ് പാക്കാണ് കേട്ടോ. കോഫി പൗഡറും ടെർമറിക്കും. മലയാളം അറിയില്ലല്ലേ, സോറി ഇംഗ്ലീഷ് അറിയില്ലല്ലേ. ഇത് കാപ്പിപ്പൊടിയും മഞ്ഞളും കൂടിയുള്ളൊരു പ്രയോഗമാണ്. സുന്ദരവനെന്നല്ല, ഒന്ന് റിഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഇത് കഴിഞ്ഞ് കുളിച്ച് അത്രയായിട്ട് വേണമെങ്കിൽ പോകാം കേട്ടോ. അങ്ങനെ ഞാൻ റെഡിയായി. കുഴപ്പമില്ലല്ലോ, നല്ല ഭംഗിയില്ലടാ. അപ്പോൾ ഞാൻ പോകണം കേട്ടോ. നേരെ അനന്തപുരത്ത് വേണം. അത് കഴിഞ്ഞ് വീട്ടിൽ കയറിയിട്ട് വേണം നിരൂപിൻ്റെ വീട്ടിൽ പോകാൻ. അതൊക്കെ ഞാൻ കാണിച്ചു തരാം, കവർ ചെയ്യാം. അപ്പോൾ ദൈവന്മാരെ ഇവിടെ ഇരിപ്പുണ്ട്. അമ്മമാരെ അടുത്താക്കിയിട്ട് പോണേ. ഓക്കെ, കുറുമ്പ് കാണിക്കാണ്ടിരുന്ന എന്തിനാ കൊണ്ടുവരാം മമ്മി? എന്തിനു കൊണ്ടുവരാ? ചെമ്മാൻ അങ്ങനെ വേണ്ടി കളക്കടാ. കുറുമ്പടാ കുറുമണിക്കാനി കളട്ടാ, കുറുമണിക്കാനി കളട്ടാ. അപ്പം ഞാൻ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പുറകെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ബൈ. അപ്പോൾ ഇത് രഞ്ജിത്തിന് കൊടുക്കാനുള്ള അച്ചാറാണ്. ഇതിൽ
അച്ചാറുണ്ട്. അപ്പം അവൻ്റെ വീട്ടിൽ പോയി അത് കൊടുക്കണം. അപ്പോൾ അയ്യോ ദൈവമേ, എത്ര പേർക്ക് മുടി നരിച്ചോ ഈശ്വര, ഇത് ഞാൻ കണ്ടില്ല. എന്താ മുടി നരിച്ചേ? വരുമ്പോൾ തന്നെ ഹെന്ന ചെയ്യണം. ഈശ്വരോ, കണ്ടോ? നിങ്ങളിത് കാണുന്നുണ്ടോ? അക്രമം. ഇരിക്കട്ടെ എന്നാ പിന്നെ. അപ്പോൾ വരുമ്പോൾ കാണാം. അപ്പോൾ ഇത് രഞ്ജിത്തിൻ്റെ വീട്ടിൽ കൊടുക്കണം. അപ്പോൾ ഇത്രയും അച്ചാർ എനിക്ക് ഉണ്ടാക്കാൻ ഓർഡർ തന്നതിന്, എന്നെ വിശ്വസിച്ച് ഓർഡർ ഏൽപ്പിച്ച എൻ്റെ കൂട്ടുകാരൻ രഞ്ജിത്ത് കെ മേനോന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും കടപ്പാടും. പിന്നെ ക്യാഷ് ഇട്ടപ്പോൾ എൻ്റെ ഹാർഡ് വർക്കിന് എക്സ്ട്രാ ഞാൻ ചോദിച്ചാലും അധികം ഇട്ട് തന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. പൈസ തന്നതിലല്ല, അതവൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ. അപ്പോൾ എൻ്റെ ഹാർഡ് വർക്ക് അവൻ മനസ്സിലാക്കി. അവന് വേണ്ടി മാത്രം സ്പെഷ്യൽ ഉണ്ടാക്കി തന്നെ കുറേ ഉണ്ടാക്കി വെച്ചിട്ട് അതിന് കൊടുത്തതല്ല. അപ്പോൾ ആ ഹാർഡ് വർക്ക് കണ്ട് എനിക്ക് ചോദിച്ചതിലധികം എമൗണ്ട് ഇട്ട് തന്നതിന് ഒരുപാട് താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനി ഓർഡർ തരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മതിട്ടോ, എന്നെ സെൻറ്റിമെൻറ്റ്സ് ഒന്നും വെച്ച് തരണ്ട. അത് ഓരോരുത്തരുടെ ടേസ്റ്റൊക്കെ അനുസരിച്ചിട്ട്. അപ്പോൾ അത് പറയല്ലോ. അപ്പോൾ ഓക്കെ, അവനെ കൊണ്ടു കൊടുക്കണം. അപ്പോൾ നമുക്ക് നേരെ ആനന്ദപുരത്തോട്ട് പോകാം. ഓക്കെ, അമ്മച്ചിനെ വിളിച്ച് പറയട്ടെ. ഇപ്പം പുറത്തിറങ്ങണ്ടാന്ന് തന്നെയൊക്കെ കുറച്ച് നേരം ഫോൺ നോക്കിക്കോട്ടെ വെച്ചിട്ടാ. അപ്പോൾ അടങ്ങി അവിടെ ഇരുന്നോളൂ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു. അപ്പോൾ ഞാൻ നമ്മുടെ പന്തലൂർ രഞ്ജിത്തിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇത് രഞ്ജിത്തിൻ്റെ അമ്മ, ഇത് രഞ്ജിത്തിൻ്റെ അമ്മൂമ്മ. അപ്പോൾ ഞാനിവിടെ അച്ചാർ കൊടുത്തു. ഇനി ഇവരായിട്ട് കുറച്ച് വിശേഷം പറഞ്ഞിരുന്നിട്ട് ഞാൻ അനന്തപുരത്തോട്ട് കൂട്ടാം. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. അത് ആരെങ്കിലും വർത്താനം പറയാൻ വരുമ്പോൾ ഒരു സന്തോഷമാവില്ല അല്ലേ? അതന്നെ ഈശ്വര, നമുക്കറിയില്ലല്ലോ. അതന്നെ എൻ്റെ മക്കളെ 2 പ്രസവിച്ച് 1 പെൺകുട്ടി 2 കുട്ടികൾ 3 പെൺകുട്ടികൾ. അവരുടെ മൂത്തവൾ അവർക്ക് 3 പെൺകുട്ടികളാണ്. അതേ താഴ്ന്നവർക്ക് 2 പെൺകുട്ടി, അതേ താഴ്ന്നവർക്ക് 1 പെൺകുട്ടി. അങ്ങനെ രഞ്ജിത്തിൻ്റെ അമ്മയ്ക്ക് ടാറ്റയും കൊടുത്ത് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ നേരെ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് അപ്പം തന്നെ അമ്മച്ചിയോട് പറഞ്ഞു ഇപ്പോൾ വരാട്ടാന്ന് പറഞ്ഞ് ഞാൻ നേരെ നിരൂപിൻ്റെ വീട്ടിലോട്ട്, നമ്മുടെ പെർത്താമസമുള്ള വീട്ടിലോട്ട് പോയി. അവിടെ ചെന്നപ്പോഴേക്കും നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി വർത്തമാനം പറഞ്ഞ് നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് കളിയാക്കി ചിരിച്ച് അങ്ങോട്ട് കമൻ്റ് അടിച്ച് കുറേ നേരം നിന്നു. അതിനിടയ്ക്ക് ഓരോരുത്തർ വരുന്നുണ്ടായിരുന്നു, വരുന്നവരുടെ വിശേഷം ചോദിച്ചു. അങ്ങനെയൊക്കെ കുറേ നേരം നിന്ന് സമയം കളഞ്ഞു കേട്ടോ. പിന്നെ അവസാനം ഞങ്ങൾ ഭക്ഷണം കഴിച്ച് എല്ലാവരും നല്ല ഫോട്ടോസൊക്കെ എടുത്ത് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് തിരിച്ച് ഞാൻ വീട്ടിലോട്ട് പോകാനുണ്ടായത് കേട്ടോ. അപ്പോൾ ഇനി പെരുത്താമസത്തിലെ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചു തരാം. ATM കാർഡ് കൊണ്ട് ഒരു ചെത്ത് അങ്ങനെ ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വീടൊക്കെ നടന്ന് കണ്ടു. നല്ല വീടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. നല്ല പ്ലാനിങ്ങോടുകൂടി ചെയ്തിട്ടുണ്ടല്ലോ, അത് നല്ല ഇഷ്ടമായി. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ കുറേ നിന്നും ചെരിഞ്ഞും കുറേ ഫോട്ടോസ് എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയേ. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഫ്രണ്ട്സിനോട് യാത്രയൊക്കെ പറഞ്ഞ് ഞാൻ വീട്ടിലെത്തി.
വീട് കുറച്ചടുത്ത് തന്നെയാണ്. വീടിൻ്റെ അടുത്ത് ഇപ്പോൾ അപ്പച്ചനെ കാത്തിരിപ്പുണ്ടായിരുന്നു, അമ്മച്ചിയും അതെ. അപ്പോൾ ഞാൻ മേടിച്ചു കൊടുത്ത മീനൊക്കെ നോക്കി അപ്പച്ചനോട് വിശേഷമൊക്കെ പറഞ്ഞ് നേരെ അകത്തോട്ട് കയറിയപ്പോഴത്തേനും അമ്മച്ചിനെ കണ്ട്. അപ്പോൾ അപ്പോഴത്തേനും എനിക്ക് ക്ഷീണമായി. പിന്നെ ഫുഡൊക്കെ കഴിച്ചില്ല. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് നേരം കിടന്നുറങ്ങി. പിന്നെ ബന്ധുക്കളുടെയും ചേച്ചിമാരുടെയും വിശേഷങ്ങൾ, പെരുന്നാൾ വരാമണ അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞ് അങ്ങനെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ ഒരു ചായയൊക്കെ കുടിച്ച് ഞാൻ അവിടുന്ന് ഇറങ്ങാനുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പം അങ്ങനെ ഇന്നത്തെ എല്ലാ പരിപാടികളും തീർന്ന് ഞാൻ ദേ ആനന്ദപുരത്തു നിന്ന് ചാലക്കുടിയിലോട്ട് പോവാണ്. അമ്മച്ചിയും അപ്പച്ചനൊക്കെ യാത്രയൊക്കെ നിൽക്കുന്നുണ്ട്. പോവാട്ടോ. അപ്പം ചാറ്റാ. See you, bye bye.